ഞങ്ങളുടെ പ്രിയപ്പെട്ട റെഡ് കാർപ്പറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുദിനത്തിൽ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വരുന്നത് മലയാള സിനിമയിലേക്ക് കുട്ടിത്തവും കുറുമ്പും ഒക്കെ ആയി മലയാളികളുടെ വാത്സല്യം ഏറ്റുവാങ്ങിയ ഒരു അഭിനേത്രി, ഒരു നല്ല നർത്തകി, നമ്മുടെ പ്രിയങ്കരിയായ വിന്ദുജ മേനോനാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതും ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും. നമുക്ക് ആദ്യം ഈ വിഷു എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കുട്ടിക്കാലത്തെ വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയായിരുന്നു? കണി കാണാനും അതുപോലെ ആ കൈനീട്ടം കിട്ടാനുള്ള ഒരു ആവേശമൊക്കെ. കൈനീട്ടം കിട്ടാനുള്ള ആവേശം കുട്ടിക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും ഉണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ആക്രാന്തം കൂടി വരുന്നുണ്ടോ. ഈ കുട്ടിക്കാലത്ത് 10 രൂപയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു എനിക്കൊരു വേണം. ഇപ്പോഴും 5 രൂപയുടെ ആ തുട്ടില്ലേ, അത് പക്ഷെ എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഒരുപാട് വാല്യൂസ് നമുക്ക് അവർക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം എന്നുള്ള ലെവലിലേക്ക് തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വിഷുവിന് ശരിക്കും ഓള് പറഞ്ഞ മാതിരി വിഷുവിന്റെ കണികളും അല്ലെങ്കിൽ കാശ് കിട്ടുന്ന എല്ലാം ഉപരി പെർഫോമൻസസിനാണ് എപ്പോഴും നമുക്ക്. എനിക്ക് തോന്നുന്നു എനിക്ക് അത് ഓണമായിരുന്നാലും ശരി, ക്രിസ്മസ് ആയിരുന്നാലും ശരി, എല്ലാ ഫെസ്റ്റിവൽസ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഡാൻസ് പ്രോഗ്രാംസ് ആണ്, സ്റ്റേജ് പെർഫോമൻസസ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും നല്ല ഭംഗിയുള്ള മഞ്ഞക്കണിയും ഒക്കെ ഉണ്ടെങ്കിലും റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും പെർഫോമൻസിനെയാണ്. അപ്പം നല്ല പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം ഒരുപാടടുത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ നോക്കൂ, ഇന്നും എനിക്ക് കളിക്കാനുള്ളൊരു. ഇന്ന് രാവിലത്തെ വിഷു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? വീട്ടിലത്തെ വിഷു വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിലുണ്ടായിരുന്നോ? അതെയോ? അച്ഛൻ ശരിക്കും പറഞ്ഞ വള്ളത്തോൾ ഫാമിലിയിലെ അംഗമാണ്. അച്ഛൻ വള്ളത്തോളിന്റെ മരുമകനാണ്. അപ്പൊ വള്ളത്തോളിന്റെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലത്തേക്കൊക്കെ പോണ്ടി വരും. അമ്മ തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ കുറച്ച് വ്യത്യാസമൊക്കെ അവരുടെ ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പം ഞാൻ ശരിക്കും ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ വീട്ടിലത്തെ വിഷു എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി വിഷു കണി വെക്കും. അതൊരു സംസ്കാരത്തിന്റെ ഭാഗം മാത്രമല്ല, ഒരു ഐശ്വര്യത്തിന്റെ ഭാഗമാണ്. ചേച്ചി പിന്നെ ചേച്ചി അതായത് വിഷു കൈ നീട്ടം അപ്പൊ കുഞ്ഞിലെ കിട്ടിയതാണെങ്കിലും അങ്ങനെ കൂട്ടി വെച്ച് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച ഓർമ്മയൊക്കെ ഉണ്ടോ മനസ്സിൽ? വിഷു കൈ നീട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശരിക്കും ഒരു പൊക്കിഷമായിട്ട്, നമ്മളൊരു ട്രഷറായിട്ട്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം എപ്പോഴും എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസിന്റെ കൂടെയാണ് നമ്മൾ കാൽക്കുലേഷൻ. നിനക്ക് 10 രൂപ, എനിക്ക് 5 രൂപ, അയ്യോ എനിക്ക് 5 രൂപയുള്ളൂ, കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ നമ്മൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതായിരുന്നില്ല, എത്ര രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പൊക്കെ അതുണ്ടോ, ഒരു ഫ്ലവർ വേസ് ഉണ്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഗോൾഡൻ ഒരു വർക്ക് ചെയ്തിട്ട്, അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. കുഞ്ഞു ഫ്ലവർ വേസാ, അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ ഈ തിട്ടപ്പെടുത്തിയ എനിക്ക് തോന്നുന്നു 3-4 വിഷുവിന്റെ കാശ് വെച്ചിട്ടാണ് ഫസ്റ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത്. ഫസ്റ്റ് അപ്പം നമ്മള് മൈനർ ആയതുകൊണ്ട് അമ്മയുടെ പേരിലും ഒക്കെ അങ്ങനെയൊക്കെ. അപ്പൊ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട്. എന്നിട്ട് ആ ബാങ്കിൽ നിന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു അന്ന് 200-250 രൂപ എങ്ങാണ്ടോ വിഡ്രോ ചെയ്തിട്ടാണ് ഈ ഫ്ലവർ വേസ്. ആ ഫ്ലവർ വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ നമ്മളാ ഇവിടെ കൊണ്ട് വെക്കുമ്പോഴേ അതിങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ എനിക്ക് ഇപ്പോഴും അതിനോടൊരു അറിയാതെ ഒരു അറ്റാച്ച്മെന്റ്. എന്ന് വെച്ചാൽ നമ്മള് വീട്ടിലേക്ക് വാങ്ങിച്ച ആദ്യത്തെ സാധനം. അപ്പൊ ഞാൻ നേഹം പറഞ്ഞ എന്റെ മോള്, അവളോടും ഞാൻ പറയുന്നത് കിട്ടിയതെല്ലാം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് സേവ് ചെയ്ത് അത് നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. അപ്പം ശരിക്കും എനിക്ക് കൊറോണ കാലം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ട് എനിക്ക് പഠിക്കാൻ തോന്നിയത്, നമുക്ക് ആൾക്കാരുടെ മുഖം കാണണം, നമുക്ക് ആൾക്കാരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വേണം, സ്നേഹം വേണം. ലൈഫിൽ ഒരുപാട് നല്ല ലെസൺസ് ലേൺ ചെയ്യാനുള്ള ഒരു നല്ല കാലം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നല്ല പുതിയ കോഴ്സസ് പഠിച്ചു തുടങ്ങി, അവനവന്റെ സ്കിൽസ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു. നമുക്ക് ഈ ഹിഡൻ ടാലന്റ്സ് നമുക്ക് തന്നെ അറിയാത്ത ഒരുപാട് കാര്യം നമ്മൾ ഇനിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളും പാട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ വന്നപ്പോ തൊട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ. അതീവ സുന്ദരിയായിരിക്കുന്നു. ഒരാള് കോംപ്ലിമെന്റ് ചെയ്യുമ്പോ ഇങ്ങനെയാണോ കാണിക്കുന്നത്? അല്ല, ഞാൻ ഭയങ്കര നാണാണ് ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അല്ല, സത്യം കേൾക്കുമ്പോഴാണോ അല്ലെങ്കിൽ കള്ളത്തരം പറയുമ്പോഴാണോ? അല്ല, എന്താണോ എനിക്കറിയില്ല, പക്ഷെ സുന്ദരി എന്ന് പറഞ്ഞ അപ്പൊ എനിക്ക് നാണം. ഞാന് ശ്വാസിക്കയാണ് ഈ പ്രോഗ്രാം ചെയ്യണേന്ന് പറഞ്ഞപ്പം ഐ ഹാവ് സീൻ യു ഇങ്ങനെ പല സീൻസിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ശ്വാസിക എന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതല്ല, അത് നാണത്തിന്റെ എക്സ്പ്രഷൻ അല്ലേ. ഈ ശുണ്ടിയൊക്കെ വരുമ്പോഴേ ഒരാളോട് പിണങ്ങുമ്പോൾ ശ്വാസിക്കൊക്കെ ഒരു ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ സീരിയലിലൊക്കെ എപ്പോഴും അങ്ങേരുമായിട്ട് പിണങ്ങുമ്പോ അതിപ്പോ പറഞ്ഞാൽ ചിലപ്പോ വരുമോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ശ്വാസിക എന്ന് പറയുമ്പോൾ ഞാൻ റിലേറ്റ് ചെയ്യുന്നത്
അയ്യോട് ഇങ്ങനെ എന്തോ ഒരു എക്സ്പ്രഷൻ ഷോ അങ്ങനെ എന്തോ ഉണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. അപ്പം So ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ കേരള സ്റ്റേറ്റ് അവാർഡ്. താങ്ക് യു. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. വിഷു ദിനത്തിൽ എനിക്ക് അതാണ് സ്വാസികയോട് പ്രത്യേകിച്ച് പറയാം. ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ അതിഥി, അതായത് ചേച്ചിയുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു അതിഥി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു സംഗീത നിമിഷമാക്കാനായിട്ട് നമുക്കൊരു അടിപൊളി അതിഥിയെ പറഞ്ഞ കിട്ടിയിട്ടുണ്ട്. ആളെ എനിക്ക് അറിയാം. അറിയാം അല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദവും കൂടി നമുക്ക് കേൾക്കാൻ എന്തായാലും ആഗ്രഹമുണ്ട്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഗായത്രി. ഇരിക്കും. എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എനിക്ക് ഗായത്രി തന്നെ വന്നതിൽ ഭയങ്കര സന്തോഷം. നിങ്ങൾ ഭയങ്കര ചങ്ക് സുഹൃത്തുക്കളാണോ? ഞങ്ങള് ഒരേ ക്ലാസ്സിൽ. പറയൂ ഗായത്രി. അതെ ഗായത്രി പറയൂ. എന്ന് പറഞ്ഞാ ചേച്ചി MA പഠിക്കുമ്പോ അപ്പൊ അത് പറയണം, അത്രേ ഉള്ളൂ. ചേച്ചിയാണ്. അത് ഒരേ ക്ലാസ്സിലല്ല. അതാണ് ഒരു ഞെട്ടൽ വന്നത്. ഒരേ ക്ലാസ്സിലോ? ചേച്ചി പ്രഭാകര വർമ്മ സാറിന്റെ കീഴില് ചേച്ചി സിലബസ് പഠിക്കാൻ വേണ്ടിട്ട് വരുമ്പോ ഓമനക്ക് ടീച്ചറിന്റെ അടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഈ MA BA ക്കൊക്കെ സിലബസ് പഠിക്കും. അതായത് സിലബസിന് മാത്രമായിട്ട് നമുക്ക് ആരെങ്കിലും ക്ലാസ് എടുക്കും. അങ്ങനെ ഓമനക്കുട്ടി ടീച്ചറിന്റെ വീട്ടില് പ്രഭാകരവർമ്മ സാറാണ് ക്ലാസ് എടുത്തത്. ആ ക്ലാസ് മേറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. സംഗീതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അല്ല, അതർവൈസ് ഓൾസോ എനിക്ക് ഗായത്രി അറിയാം. ആസ് എ സിംഗർ എനിക്ക് അറിയാം. പിന്നെ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ പറയൂ. പ്രോഗ്രാംസ് ഇപ്പൊ കൊറോണയാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ബ്രേക്ക് ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. റെക്കോർഡിങ്ങും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട്. ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയുണ്ട്? ഐ മീൻ നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്. റെഗുലർ നമ്മൾ പഠിക്കുന്ന മാതിരി തന്നെ? അതെ അതെ അതെ. കുട്ടികളുടെ ഇന്ററാക്ഷൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ വളരെ കുഞ്ഞു പിള്ളേർക്ക് കുറച്ച് പ്രശ്നമാണ്. അവർക്ക് ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ആൻഡ് 2-3 സിനിമകളിൽ പാടിയിട്ടുണ്ട് അല്ലേ? ആ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് വരുമ്പോൾ നമ്മൾ നോർമലി സ്റ്റേജ് പെർഫോമൻസ് പോലെ അല്ല ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുമ്പോൾ. സോ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സിനിമയിലൊക്കെ പാടുന്നതിന് മുമ്പ് വളരെ കുഞ്ഞിലെ തന്നെ ട്രൂപ്പിലൊക്കെ പോകുമായിരുന്നു പ്രോഗ്രാമിന്. അപ്പൊ കിട്ടുന്ന ഒരു ബഹുമാനവും അതൊന്നും അല്ല. പിന്നെ അപ്പൊ ആരും മൈൻഡ് ചെയ്യാറില്ലല്ലോ. അത് കുഞ്ഞുമാവകളല്ലേ? കുഞ്ഞുമാവകളല്ല. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്. അപ്പൊ ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നവര് അവർക്ക് മാത്രമേ ഇമ്പോർട്ടന്റ് കൊടുക്കുള്ളൂ, പ്ലേബാക്ക് സിംഗർ ആയിട്ട് വരുന്നവർക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പാട്ടിന് അപ്രിസിയേഷൻ കിട്ടാറുണ്ട്, പക്ഷെ ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പൊ അതിനൊരുപാട് മാറ്റമുണ്ട്. അതിന് കാരണം ബിജിപാൽ സാർ തന്നെയാണ്. ബിജിപാൽ സാറാണ് എന്നെ മലയാള സിനിമയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത്. ഇനി എന്താണ് പുതിയ എന്തെങ്കിലും പ്രൊജക്ട്സ്? ഒരു 5 ഫിലിം ഇനി ഇറങ്ങാനുണ്ട്. ഓക്കെ, എന്തായാലും അസലായി ഞങ്ങളുടെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നതില്.